എപ്പോഴെങ്കിലും പ്രിൻസ് ചാച്ചൻ ഇത്രയൊക്കെ സപ്പോർട്ട് അമ്മ ചെയ്തു തന്നു, സോഫ് ചേച്ചി ചെയ്തു തന്നു. അപ്പോ പ്രിൻസ് ചാച്ചൻ എപ്പോഴെങ്കിലും അവരോടൊരു വലിയൊരു താങ്ക് യു ഉള്ളിൽ നിന്ന് അവർ കേക്കലെ പറഞ്ഞിട്ടുണ്ടോ? നമസ്കാരം, 4 മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർച്ച് 8 വനിതാ ദിനം. സാധാരണ രീതിയിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വനിതകൾക്ക് ഒരു പൂ കൊടുത്ത് ഹാപ്പി വിമൻസ് ഡേ പറയാറുണ്ട്. ഇന്ന് നമ്മൾ അതിന് വിപരീതമായി നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളോട്, അതായത് ഭർത്താക്കന്മാരോടോ അപ്പന്മാരോടോ ഒക്കെ ചോദിക്കാം, നമ്മളുടെ കൂടെയുള്ളവരോട് നമ്മൾ ഒരു നന്ദിയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. ഈ പ്രോഗ്രാമില് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് പ്രത്യാശ ഭവന്റെ ഡയറക്ടറും സ്ഥാപകനുമായ പ്രിൻസ് അഗസ്റ്റിൻ ആണ്. പ്രിൻസ് അഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രത്യാശ ഭവൻ എന്നത് ഒരു മദ്യപാനികളുടെ ഡി അഡിക്ഷൻ സെന്റർ ആണ്. ഒത്തിരിയേറെ ജീവിതങ്ങളെ കൈപിടിച്ച് ഉയർത്തി നല്ല സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക് നയിച്ച ഒരു വ്യക്തിയാണ്. ഇന്നും അവരുമായി നല്ലൊരു അവൈവിധ്യമായ ബന്ധം കാഴ്ചവെക്കുന്ന ആളാണ്. അപ്പോ പ്രിൻസ് അഗസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം പ്രിൻസ്, ഞങ്ങളുടെ ഈ ഒരു ടോക്ക് ഷോയിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വനിതാ ദിനത്തിനോട് അനുബന്ധമായി നമ്മളെ ഇൻസ്പയർ ചെയ്ത കുറച്ച് സ്ത്രീ കഥാപാത്രങ്ങളെ നമ്മളിവിടെ കൊണ്ടുവരാണ്. അപ്പോ പ്രിൻസർ ആദ്യം പ്രിൻസറുടെ കർമ്മരംഗത്തെ കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ നന്നായിരിക്കും. ഞാന് ലഹരിക്ക് അടിമപ്പെട്ടവരുടെ കൂടെയുള്ള ജീവിതം ആരംഭിച്ചിട്ട് ഏറെക്കുറെ 38 വർഷമാകുന്നു. ഞാൻ ആദ്യമായിട്ട് ഒരു ഡി അഡിക്ഷൻ സെന്ററുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് കൽക്കട്ടയിൽ വെച്ചാണ്. ഞാൻ അന്ന് അവിടെ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്താണ്. 1995 ഞാൻ ആദ്യമായിട്ട് ലഹരി വിമുക്ത പരിപാടികളുമായി ബന്ധപ്പെടുന്നത്. പിന്നീട് കൽക്കട്ടയിൽ നിന്ന് എൻ്റെ പഠനങ്ങളൊക്കെ പകുതി പൂർത്തിയാക്കിയെന്ന് പറയാം. അതിനകത്തെല്ലാം ഞാനൊരു ദൈവഹിതം കാണുന്നു. ഞാൻ 1998 വീണ്ടും തിരിച്ചെൻ്റെ നാട്ടിലെത്തുന്നു, തൊടുപുഴയിലെത്തുന്നത്. ആ സമയം മുതൽ തൊടുപുഴ കേന്ദ്രീകരിച്ച് ലഹരി വിമുക്ത പദ്ധതികൾ വിഭാവനം ചെയ്യുകയും പിന്നീട് അത് പയ്യെ പ്രാക്ടിക്കൽ ലെവലിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് സാധിച്ചു. അപ്പം പിന്നീട് മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ കുറഞ്ഞതൊരു 5000-ഓളം മദ്യാസക്തരുമായിട്ട് ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. കൂടെ മറ്റ് ലഹരിക്ക് അടിമപ്പെട്ട കുറേയധികം ആളുകളെയും പരിചയപ്പെടാനും അവരുടെ ജീവിതങ്ങളിൽ ഇടപെടാനുമായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ 1998 പുറപ്പുഴയിലാണ് ആദ്യമായിട്ട് ഇങ്ങനെയൊരു ഡി അഡിക്ഷൻ സെന്ററിനെ കുറിച്ചുള്ള ചിന്തകൾ വരികയും അത് ആരംഭിക്കുകയും ചെയ്യുന്നത് അവിടെയാണ്. എൻ്റെ സഹോദരന്റെ ഭവനത്തിലാണ് അത് ആരംഭിച്ചത്. അപ്പം അന്നതെല്ലാം ആരംഭിക്കുന്ന സമയത്ത് എനിക്ക് വലിയൊരു ഇൻസ്പിറേഷൻ ആയിട്ട് കൂടെ ഉണ്ടായിരുന്നത് ദിവ്യരക്ഷാലയത്തിന്റെ സ്ഥാപകനായ ടോമി ആയിരുന്നു. പിന്നീട് മദർ ആഞ്ചൽ ഫൗണ്ടേഷന്റെ ഇപ്പോഴത്തെ സെക്രട്ടറി ആയ ടോമിയുടെ മൂത്ത സഹോദരൻ ജോഷി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്കൊരു വലിയ സപ്പോർട്ടായിട്ട് ഇന്നും അവരുടെ സപ്പോർട്ട് വളരെ ശക്തമായ രീതിയിൽ എൻ്റെ കൂടെ ഉണ്ട് ഈ ഒരു പ്രവർത്തനത്തിൽ. പിന്നീട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത്ഭുതകരമായ ഒത്തിരി അനുഭവങ്ങൾ പങ്കുവെക്കാനായിട്ടുണ്ട്. തീർച്ചയായിട്ടും 2000 നമ്മൾ ഈ ഒരു ഡി അഡിക്ഷൻ അല്ലെങ്കിൽ പിന്നീട് തുടക്കത്തിൽ ഇതൊരു റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം ആയിട്ടാണ് ആദ്യം ആരംഭിക്കുന്നത്. എൻ്റെ മരിച്ചുപോയ സഹോദരന്റെ ഭവനത്തിൽ നമ്മൾ ലഹരിക്ക് അടിമപ്പെട്ട ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവരെ പൊതുസമൂഹത്തിലേക്ക്, മെയിൻ സ്ട്രീമിലേക്ക് അവരെ പയ്യെ കൈപിടിച്ച് നടത്താനായിട്ടുള്ള ഒരു ശ്രമം നടന്നു. അന്ന് കൂടുതലും വെളിയിൽ നിന്നുള്ള ആളുകളായിരുന്നു. നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള കുറെ അധികം ആളുകൾ. ഞാൻ അവരെ കൽക്കട്ടയിൽ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. കൽക്കട്ടയിലുള്ള ഡി അഡിക്ഷൻ സെന്ററിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഈ ഒരു ജീവിതയാത്ര, ലഹരി വിമുക്ത ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ കൂടെയുള്ള എൻ്റെ യാത്ര ആരംഭിക്കുന്നത് കൽക്കട്ടയിലുള്ള സെയിന്റ് ജോസഫ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ നിന്നാണ്. അപ്പോൾ അവിടെ വെച്ച് ഞാൻ പരിചയപ്പെട്ട കുറേയധികം യുവാക്കള് പയ്യെ തൊടുപുഴയിലെത്തി.
2000 കാലഘട്ടങ്ങളിൽ. അതിനുശേഷം അവരെ പുനരധിവസിപ്പിക്കാനായിട്ടുള്ള ഒരു വലിയ ശ്രമം ഞാൻ നടത്തി. പക്ഷെ അതൊരു പരാജയമായിരുന്നു. പക്ഷെ പരാജയങ്ങളിൽ കൂടിയാണല്ലോ പയ്യെ വിജയത്തിലേക്കുള്ള യാത്ര. അതൊരു വലിയ പരാജയമായിരുന്നു. കാരണം ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് ഈ ലഹരിയിൽ നിന്ന് പൂർണ്ണമായ വിമോചനം പ്രാപിച്ച് മുഖ്യധാരയിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞാൽ അതൊരു ഒട്ടും എളുപ്പമുള്ള ഒരു കാര്യമല്ല. അവർ തീർച്ചയായിട്ടും അവരുടെ നിസ്സഹായമായ അവസ്ഥയിൽ വീണ്ടും ലഹരിയിലേക്ക് തിരിച്ചു പോവുകയും അങ്ങനെ ആ പരിപാടി പയ്യെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയും ചെയ്തു പുറപ്പെടുകയിൽ. പിന്നീട് നമ്മൾ ലഹരി വിമുക്തരായ ആളുകളുടെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പുനരധിവാസം, വലിയൊരു റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിലേക്ക് പയ്യെ കടന്നു. അതും അന്ന് ദിവ്യരക്ഷാലയം കേന്ദ്രീകരിച്ചാണ് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്നത്. അപ്പം പല ഡി അഡിക്ഷൻ സെന്ററുകളിൽ ചികിത്സ എടുത്തിട്ട് വരുന്ന ആളുകളെ നമ്മൾ ദിവ്യരക്ഷാലയത്തിൽ കൊണ്ടുവരികയും അവരവിടെ വോളണ്ടിയേഴ്സ് ആയിട്ട്, ആരുമില്ലാത്ത മാനസിക രോഗികളുടെ സഹായികളായിട്ട് അവരെ ശുശ്രൂഷിക്കുന്നവരായിട്ട് മാറുകയും അങ്ങനെ കുറേയധികം ആളുകൾ ആ കാലഘട്ടത്തിൽ 2000 കാലഘട്ടത്തിലൊക്കെ നമ്മളുടെ കൂടെ വന്ന പല ആളുകൾ ഇന്ന് ലഹരി വിമുക്ത ജീവിതം നയിക്കുന്നവരാണ്. തൊടുപുഴ ടൗണിൽ തന്നെ 24 വർഷം വരെ ആയ ആളുകളുണ്ട്. അപ്പം അതിനുശേഷമാണ് നമ്മൾ ഇവരുടെ ഒരു പുനരധിവാസത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. കാരണം പല ആളുകളും നമ്മളുടെ ഈ ഒരു സുഹൃത്ത് വലയത്തിൽ നിന്ന് വെളിയിലേക്ക് പോയി കഴിയുമ്പോൾ അവർ വീണ്ടും കുടിയിലേക്ക് തിരിച്ചു പോകുന്ന അല്ലെങ്കിൽ മറ്റു ലഹരികളിലേക്ക് അവർ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഇവരെ ഒരു ലൈഫ് ലോങ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ചിന്ത മനസ്സിലേക്ക് കടന്നു. പക്ഷെ നമുക്ക് ആ കാലഘട്ടങ്ങളിൽ അതിനുള്ള സാഹചര്യങ്ങളില്ല. അപ്പോഴാണ് നമ്മൾ ആഗോള വ്യാപകമായിട്ട് മദ്യത്തിനടിമപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മ ഉണ്ട്. ആ കൂട്ടായ്മയെ ഞാൻ തൊടുപുഴയില് വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കുകയും അത് ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ഇടയാക്കുകയും ചെയ്യും. അങ്ങനെ 2000 കാലഘട്ടം മുതൽ തൊടുപുഴയില് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ലോങ് ടേം റീഹാബിലിറ്റേഷൻ, ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു പുനരധിവാസം എന്ന് പറയാം. അങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെ ആളുകളെ യാത്ര ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നു. അവരതിലൂടെ യാത്ര ചെയ്യുന്നു. അവര് ലഹരിയിൽ നിന്ന് ഓരോ ദിവസത്തെ തോതിൽ മാറി നിൽക്കുന്നു. അങ്ങനെ അത് മുന്നോട്ട് പോയി. പിന്നീട് കാലത്തിന്റെ പൂർണ്ണതയിൽ അത്ഭുതകരമായിട്ട് പ്രത്യാശാഭവൻ ആരംഭിക്കാനായിട്ട് ദിവ്യരക്ഷാലയത്തിന്റെ ക്യാമ്പസിൽ തന്നെയാണ്. ദൈവത്തിന്റെ പദ്ധതികൾ മനുഷ്യന് അഗ്രാഹ്യമാണ്. എന്താണെങ്കിലും അത്ഭുതകരമായിട്ട് അവിടെ ആരംഭിച്ചത് മദ്യത്തിനടിമപ്പെട്ടവരുടെ ഒരു ഡി അഡിക്ഷൻ ഫെസിലിറ്റിയാണ്. അപ്പൊ അത് കഴിഞ്ഞ 15 വർഷമായിട്ട് ഡി അഡിക്ഷൻ സെന്റർ അവിടെ പ്രവർത്തിക്കുന്നു, പ്രത്യാശാഭവൻ. സർ, ഇപ്പോ സാറ് പറഞ്ഞു സാറിന്റെ തുടക്കകാലം സഹോദരന്റെ ഭവനത്തിൽ നിന്നായിരുന്നു. അപ്പോ സഹോദരന് വൈഫും കുട്ടികളും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു സമയത്ത് സാറിന്റെ സഹോദരന്റെ വൈഫും കുട്ടികളും അതുപോലെ തന്നെ അമ്മയും എത്രത്തോളം സാറിനെ ഈ ഒരു ആശയത്തിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് വിവരിക്കാമോ സാർ? തീർച്ചയായിട്ടും എന്റെ ചേച്ചിയുടെ വലിയൊരു സപ്പോർട്ടാണ് ഈ പ്രത്യാശഭവൻ. ഇന്നിപ്പോ ഡി അഡിക്ഷൻ സെന്റർ ആണ്. അതിന് അന്നത്തെ പേര് മുക്തിഭവൻ എന്നായിരുന്നു. 1998 നമ്മൾ ഈ എന്റെ സഹോദരന്റെ ഭവനത്തിൽ ആരംഭിച്ച ആ ഒരു പ്രസ്ഥാനത്തിന്റെ പേര് മുക്തിഭവൻ. അന്ന് സാറിന്റെ സഹോദരൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ. സഹോദരൻ 3 വർഷം മുമ്പ് 1995 അദ്ദേഹം മരിച്ചുപോയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് സാർ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ചേച്ചിയുടെ വലിയൊരു സപ്പോർട്ടിലാണ് തുടങ്ങുന്നത്. അപ്പൊ ആ സമയത്ത് ഒരുപാട് പേര് നോർത്ത് സൈഡിൽ നിന്നാണെന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോ ആ ഒരു സാഹചര്യം വേറെയാണ്. എത്രത്തോളം സപ്പോർട്ട് ഇപ്പൊ നോർത്ത് സൈഡിൽ നിന്നുള്ള നമ്മളുടെ എന്താ പറയാ രോഗികളായി വരുന്ന രോഗികളെന്ന് നമുക്ക് ഇവരെ പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ഇങ്ങനെ വരുന്ന ഡി അഡിക്ഷന് വരുന്ന ആളുകളുടെ ഭാര്യമാര്, ഇപ്പൊ കേരളത്തിലെ അമ്മമാര് ഭാര്യമാര് അതൊരു വ്യത്യസ്ത രീതിയാണ്, നോർത്ത് വേറെ രീതിയാണ്. അപ്പൊ അവരുടെ ഭാഗത്തു നിന്ന് സാറിന് ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ സാറിന് അവരിൽ നിന്നും ലഭിച്ച എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? ഞാൻ ഇപ്പോഴും വളരെ വ്യക്തമായിട്ട് ഓർക്കുന്നു. നോർത്തിൽ നിന്നല്ല, നോർത്ത് ഈസ്റ്റിൽ നിന്നായിരുന്നു. അവിടെ നിന്നാണ് ആദ്യമായിട്ട് ഇവിടെ നമ്മൾ ഈ മുക്തിഭവൻ ആരംഭിച്ചപ്പോൾ ആളുകൾ താമസിക്കാനായിട്ട് വരുന്നത്. അതിന്റെ പുറകില് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് അവരുടെ കുടുംബാംഗങ്ങളുടെ വലിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു.
ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് ഒരു 10-25 ആളുകൾ അവരുടെ ഭാര്യമാര്, മക്കള്, അമ്മമാരൊക്കെ കൂടി ഒന്നിച്ചാണ് ഇവിടെ കേരളത്തിൽ വന്നത്. അപ്പൊ അതൊരു പുതിയ തുടക്കമായിരുന്നു, കുടുംബാംഗങ്ങളെ കൂടി കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു പരിപാടി. അപ്പൊ അന്ന് മുക്തിഭവൻ നമ്മളവിടെ താമസക്കാരായിട്ടില്ല, ഇവര് തിരിച്ചു ചെന്ന് കഴിഞ്ഞിട്ടാണ് അത്ഭുതകരമായിട്ട് ഓരോ ആളുകളായിട്ട് വരുവാനായിട്ട് തുടങ്ങിയത്. ഞാനിപ്പോഴും ഓർക്കുന്ന ആദ്യത്തെ 2 യുവാക്കളായിരുന്നു, സ്റ്റീഫനും എഡ്വിനും. അപ്പം അവര് ആണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നത്. ഇപ്പൊ സാറ് സാർ ഓർത്തിരിക്കുന്ന ഫസ്റ്റ് വന്ന 2 യുവാക്കളെ കുറിച്ച്. അപ്പോ അവരുടെ അമ്മമാര്, അവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? സാറിന് നല്ലൊരു സപ്പോർട്ടായിരുന്നു അവരിൽ നിന്നുണ്ടായിരുന്നത്? സാറിന് ഇപ്പോഴും അവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടോ? എങ്ങനെയാണെന്നൊന്ന് പറയാമോ? സ്റ്റീഫനും എഡ്വിനും സത്യം പറഞ്ഞ ആരുമില്ലായിരുന്നു. അവരുടെ കുടുംബാംഗങ്ങളൊക്കെ അവരിൽ നിന്ന് അകന്നു പോയിരുന്നു എന്നാണ് ഈ വിശ്വസിച്ചത്. അവരൊക്കെ ഏറ്റവും നല്ല ഡാർജിലിംഗിലെ ഏറ്റവും നല്ല കോളേജിലൊക്കെ പഠിച്ച ആളുകളായിരുന്നു. കൽക്കട്ടയിൽ ഒത്തിരി സ്ഥലങ്ങളിൽ ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ്, ഡ്രഗ് അഡിക്ട്സ് ആയിരുന്നു, 2 പേര് ആൽക്കഹോളിക്സ് അല്ലായിരുന്നു. അപ്പൊ അവര് നമ്മുടെ അടുത്ത് വന്നെത്തുന്ന സമയത്ത് അവർക്ക് എല്ലാവരും നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഞാൻ അവരുടെ മാതാപിതാക്കളെ ഒന്നും കാണുമോ ആരെയും എനിക്ക് പരിചയമില്ല. പക്ഷെ പിന്നീട് വന്ന പല ആളുകൾക്കും കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ കുടുംബാംഗങ്ങൾ എന്നെ വിളിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഓർമ്മകളുണ്ട്. ഇത്രയും വർഷങ്ങൾ കടന്നുപോയി. ഒരു പക്ഷേ ഇപ്പോ നമ്മൾ ഈ പറഞ്ഞു വെച്ച 2 യുവാക്കള് അവരുടെ സാഹചര്യങ്ങളായിരിക്കാമല്ലേ അവരിപ്പോ ആ ഒരു ആൽക്കഹോള് അല്ലെങ്കിൽ ഡ്രഗ് ആ രീതിയിലേക്ക് മാറ്റപ്പെട്ടത്? തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അവർ വളരെ നല്ല ജീവിത സാഹചര്യങ്ങളുള്ള കുടുംബങ്ങളിൽ നിന്നുള്ളവരായിരുന്നു 2 പേരും. അവര് പഠനത്തിനായിട്ടൊക്കെ പോയ കാലഘട്ടങ്ങളിലാണ്. ഇന്നത്തെ നമ്മൾ സിന്തറ്റിക് ഡ്രഗ്സിനെ കുറിച്ചൊക്കെ ഒത്തിരി കേൾക്കുന്ന കാലഘട്ടമാണ്. ഇത് ഏറെക്കുറെ 28-30 വർഷം മുമ്പ് ഞാൻ പരിചയപ്പെട്ട ആളുകളാണ്. ആ കാലഘട്ടങ്ങളിൽ അവര് ഹാർഡ് കോർ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകളായിരുന്നു. ഏറ്റവും കൂടിയ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആള് ബ്രൗൺ ഷുഗറും അല്ലെങ്കിൽ അതുപോലെ ഹാഷിഷ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളായിരുന്നു അവർ 2 പേരും. അപ്പം അങ്ങനെ അവരവരുടെ നിസ്സഹായ അവസ്ഥയിൽ എന്നോടുള്ള പരിചയം കൽക്കട്ടയിൽ വെച്ച് ഞാനുണ്ടായിരുന്ന ഡി അഡിക്ഷൻ സെന്ററിൽ ഉണ്ടായിരുന്നവരായിരുന്നു. അങ്ങനെ അവര് എന്നെ തപ്പി കണ്ടുപിടിച്ചിവിടെ വന്നതാണ്. എൻ്റെ കൂടെ കുറെ നാളുകൾ ഉണ്ടായിരുന്നു. ദിവരശാലയത്തില് ഈ 2 പേരും ശുശ്രൂഷ ചെയ്യുന്ന ഓർമ്മകൾ എനിക്കുണ്ട്. പക്ഷെ പിന്നീട് അവർ വീണ്ടും ഡ്രഗിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ അവര് തിരിച്ചു അവരുടെ നാട്ടിലേക്ക് പിന്നീട് എനിക്ക് അവരെ കുറിച്ച് ഇപ്പൊ നമ്മള് നോർത്ത് ഈസ്റ്റ് ഭാഗത്തെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പ്രത്യാശ ഭവനിലേക്ക് വരുമ്പോൾ നമ്മള് കേരളത്തിലുടനീളം പ്രത്യാശ ഭവനിലേക്ക് ഒരുപാട് ഫാമിലീസ് വരുന്നുണ്ട്. ഈ ഒരു മേഖല ഡ്രഗ് ആയിരിക്കാം, ആൽക്കഹോൾ ആയിരിക്കാം, അങ്ങനെ അഡിക്ഷനിൽ പെട്ടുപോയ ഒത്തിരി യുവജനങ്ങളുണ്ട്. അതേപോലെ തന്നെ അഡൽട്സ് ആയിട്ടുള്ളവരും ഈ ഒരു മേഖലയിലേക്കുണ്ട്. അപ്പോ അങ്ങനെയുള്ളവർക്ക് എത്രത്തോളം ഈ ഫാമിലിയില് ഈ ഒരു മേഖലയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മുക്തി നേടാൻ വേണ്ടിയിട്ട് ഫാമിലി എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പ്രിൻസ് ചാച്ചൻ പറഞ്ഞു? അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് റീമ ചോദിച്ചത്. നമ്മുടെ അടുത്ത് അഡ്മിഷന് വിളിക്കുന്ന ഒരു 40% ആളുകൾക്ക് ഭാര്യമാര്, വിവാഹിതരാണെങ്കിൽ അവരുടെ ഭാര്യമാര് നഷ്ടപ്പെട്ടവരാണ്. ഏറെക്കുറെ കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ കുടുംബ ബന്ധങ്ങൾ എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവരുടെ അമിതമായ ലഹരിയുടെ ഉപയോഗം മൂലം അവരുടെ കൂടെ ആർക്കും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അവരുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വളരെ പരിതാപകരമായ ഒരവസ്ഥയിലേക്ക്. അപ്പൊ അങ്ങനെ കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടവരാണ് നമ്മുടെ അടുത്ത് വരുന്ന ഒരു 40% ആളുകൾ. പക്ഷെ നമുക്ക് പ്രത്യാശ ഭവനിൽ ഒരാളെ അഡ്മിറ്റ് ആക്കണമെങ്കിൽ ആരെങ്കിലും ഒരു ബന്ധു വേണം. അപ്പം തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും ആളുകളുടെ കയ്യെ കാലെ പിടിച്ചാണ് ഇവരുടെ കൂടെ നിൽക്കാനായിട്ട്. കാരണം ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ഇവർക്ക് സിവിയർ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാകും. അപ്പൊ നമുക്ക് തന്നെ ഇത് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമുക്ക് തീർച്ചയായിട്ടും മരുന്നുണ്ട്. ആദ്യത്തെ 3-4 ദിവസത്തേക്ക് നമ്മൾ അവരുടെ വിഡ്രോവൽ സിംറ്റംസിനെ കൈകാര്യം ചെയ്യാനായിട്ട് മരുന്നുകളൊക്കെ അവർക്ക് കൊടുക്കുമെങ്കിലും കുടുംബാംഗങ്ങളുടെ വലിയൊരു സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. ബാക്കിയുള്ള 60% ആളുകൾക്ക് ഇപ്പോഴും നഷ്ടപ്പെടാത്ത കുറെ നല്ല ബന്ധങ്ങളുണ്ട്. ഭാര്യമാരാകാം, മക്കളാകാം, മാതാപിതാക്കളാകാം. പക്ഷെ അവർക്ക് മദ്യവിമുക്ത ജീവിതം നയിക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ ഈ ബന്ധങ്ങളും നഷ്ടപ്പെടും. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ 40% ആളുകളെ കുറിച്ച്. അവരുടെ ഈ കുടുംബ ബന്ധം ഇപ്പോ ഒരു പക്ഷെ ഒരു യുവാവിനെ എടുക്കുകയാണെങ്കിൽ അവൻ വിവാഹിതനാണ്. ഈ ഒരു മദ്യപാനം അല്ലെങ്കിൽ ലഹരിയിൽ അവൻ നിൽക്കുമ്പോ അവന്റെ ഫാമിലി ഇപ്പോൾ ഡൈവോഴ്സ് ആയി അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയി. അപ്പോ നമുക്ക് ഒത്തിരി എക്സ്പീരിയൻസ് പ്രിൻസറിനുണ്ട് ഈ ഒരു മേഖലയിൽ. അപ്പൊ എങ്ങനെ ഇവരുടെ ഈ ഒരു മുറിഞ്ഞു പോയ റിലേഷൻഷിപ്പ്
നമുക്ക് കൂട്ടിയിണക്കാൻ പറ്റും. അങ്ങനത്തെ സാഹചര്യങ്ങൾ പ്രിൻസ് സാറിന് ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ ഒരു മേഖലയിൽ? എനിക്ക് നൂറുകണക്കിന് അനുഭവമുണ്ട്. ഇപ്പൊ റീമ ചോദിച്ച രീതിയിൽ ഈ മുറിഞ്ഞ ബന്ധങ്ങളെ കൂട്ടിയിണക്കിയ അനുഭവങ്ങൾ. അപ്പം അത് നമ്മളെപ്പോഴും കാണുന്ന അത്ഭുതകരമായ ഒരു ഇന്നർ ഹീലിംഗ്, ഒരു ആന്തരികമായ സൗഖ്യം അവർക്ക് പ്രത്യാശകളിലായിരിക്കുമ്പോൾ ലഭിക്കുന്നുണ്ട്. കാരണം അവിടെ ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആകുന്നു, അതിനുശേഷം ആ വ്യക്തി 3-4 ദിവസം കഴിയുമ്പോൾ അവന്റെ ഡീടോക്സിഫിക്കേഷൻ പീരീഡ് കഴിയുന്നു. വിഷദൂരീകരണം എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ ആൽക്കഹോളിൽ നിന്നുള്ള ഒരു പിന്മാറ്റം അവിടെ സംഭവിക്കുന്നു. അത് കഴിയുമ്പോൾ ഈ വ്യക്തി കാണുന്നത് തന്നെക്കാൾ മോശം അവസ്ഥയിലെത്തിയ ആളുകൾ അവിടെ വന്ന് അഡ്മിറ്റ് ആകുന്നതാണ്. പലരുടെയും ഭാര്യമാരുടെ നിസ്സഹായമായ അവസ്ഥ, മാതാപിതാക്കളുടെ, മക്കളുടെ നിസ്സഹായമായ അവസ്ഥ ഈ വ്യക്തി ബോധത്തോടുകൂടി കാണുകയാണ്. അപ്പൊ ആ സമയത്താണ് ഇവർക്ക് ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണമെന്നുള്ള വലിയൊരു ആഗ്രഹം അവരുടെ ഉള്ളിലുണ്ടാവും. എളുപ്പമല്ല. അതിനകത്ത് മദ്യം ലഭിക്കത്തില്ല, അല്ല ലഹരി ലഭിക്കാത്തത് കൊണ്ട് അതിനകത്ത് ലഹരി ഉപയോഗിക്കാതിരിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഇവിടെ 21 days പ്രോഗ്രാമാണ്, നേരത്തെ 31 days പ്രോഗ്രാം ആയിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ സപ്പോർട്ട് വേണം. ഒപ്പം ലഹരി വളരെ ഈസിലി അവൈലബിൾ ആണ്. ഇതെല്ലാം പ്രതിസന്ധികളാണ്. പക്ഷെ ആളുടെ ഉള്ളിൽ എക്സാക്ട്ലി. അപ്പൊ നമ്മൾ ഇവരോട് പറയുന്ന ഒരു കാര്യം, നിങ്ങള് ഇനി ആജീവനാന്തം കുടി നിർത്താനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നതിലുപരിയായിട്ട് ഇന്നത്തെ ഒരു ദിവസം നമ്മളതാണ് അവർക്ക് കൊടുക്കുന്ന ഒരു തുടർ ചികിത്സാ പദ്ധതി എന്ന് വേണേ എന്നെ വിളിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ആത്മീയത എന്ന് വേണേ പറയാം. മനസ്സിലായി? അല്ലെങ്കിൽ ഒരു പുതിയ വഴി എന്ന് പറയാം. കാരണം എല്ലാ വഴികളും പരീക്ഷിച്ച് പരാജയമടഞ്ഞ ആളുകളാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പൊ നമ്മൾ അവരോട് പറയുന്നത് ആജീവനാന്തം കുടി നിർത്തുമെന്ന വളരെ കഠിനമായ ഒരു തീരുമാനം എടുക്കാതെ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇന്നത്തെ ഒരു ദിവസം എനിക്ക് അസുഖമുണ്ടാക്കുന്ന, എന്നെ വീണ്ടും ആൽക്കഹോളിസത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്ന ആദ്യത്തെ കവിള് മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ടുള്ള ഒരു ശ്രമം ഞാൻ നടത്തും. അതിന് നമുക്ക് ആഗോളതലത്തിലുള്ള വലിയൊരു പ്രോഗ്രാം ഉണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസ് എന്നാണ് അതിന്റെ പേര്. ഒപ്പം തന്നെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമുക്ക് അലനോൺ ഫാമിലി പ്രോഗ്രാം ഉണ്ട്. അതുപോലെ കുട്ടികൾക്ക് വേണ്ടി, കാരണം ലഹരിക്ക് അടിമപ്പെട്ടവരുടെ മക്കളുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ഭീകരമാണ്. നമ്മൾ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്താണ്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ആന്തരികമായ ഒരു സൗഖ്യം വേണം. അവരുടെ മനസ്സിനും ഹൃദയത്തിനും ആത്മാവിനും ഒക്കെ ഏറ്റവും മുറിവുകൾ ഉണങ്ങണമെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു കൂട്ടായ്മ വേണം. അതിന് അലറ്റിൻ എന്ന് പറയുന്ന ഒരു ഫാമിലി പ്രോഗ്രാം ഉണ്ട്. അപ്പൊ ഈ കാര്യങ്ങള് ഒക്കെ നമ്മൾ ഇവിടുന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയുണ്ട്. നമുക്ക് പ്രത്യാശ ഭവനകത്ത് നമുക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. എങ്കിലും അവർക്ക് കുടിക്കാതിരിക്കാനായിട്ടുള്ള ഒരു അവസരം നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പം മറ്റുള്ളവരുടെ ജീവിതങ്ങളെ ഏറ്റവും അടുത്ത് നിന്ന് കാണാൻ, മറ്റു ലഹരിക്ക് അടിമപ്പെട്ടവരുടെ, പ്രത്യേകിച്ച് മദ്യാസക്തരുടെ, പ്രത്യാശഭവനിൽ കൂടുതലും മദ്യാസക്തരായ ആളുകളാണ് അഡ്മിറ്റ് ആകുന്നത്. ഒപ്പം ഡ്രഗ് അഡിക്ഷനുള്ള ആളുകളും ഉണ്ട്, വളരെ കുറച്ചാണ്. അപ്പം ഈ ഒരു പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളെ ഇവർ കാണുമ്പോൾ ഇവരുടെ ഉള്ളിൽ വലിയൊരു ആഗ്രഹം ഉണ്ടാകുകയാണ്. എനിക്കും ലഹരിയിൽ നിന്ന് മാറി നിന്ന് ജീവിക്കണം, മദ്യമുക്തമായ ഒരു ജീവിതം നയിക്കണം, എന്റെ നഷ്ടപ്പെട്ടു പോയ കുടുംബ ബന്ധങ്ങൾ എനിക്ക് വീണ്ടും തിരിച്ചു പിടിക്കണം എന്നുള്ള വളരെ ശക്തമായ ഒരു ആഗ്രഹം ഈ ഡി അഡിക്ഷൻ സെന്ററിനകത്ത് വെച്ച് തന്നെ അവർക്ക് ഉണ്ടാവുകയാണ്. ഈ ആഗ്രഹവുമായിട്ടാണ് ഇവർ വെളിയിലേക്ക് ഇറങ്ങുന്നത്. വെളിയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അവരെ സഹായിക്കാനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം ഉണ്ട്. കുടുംബാംഗങ്ങൾക്കും, ഭാര്യമാർക്കും, മാതാപിതാക്കൾക്കും, സഹോദരങ്ങൾക്കും ഒക്കെ ഈ ഒരു നഷ്ടപ്പെട്ട ബന്ധം തിരിച്ചു പിടിക്കുവാനും, ഈ ലഹരിക്ക് അടിമപ്പെട്ട ആളോട് ക്ഷമിക്കുവാനും, ആളെ ഒരു രോഗിയായിട്ട് കാണുവാനും. ആൽക്കഹോളിസം ഇസ് എ ഡിസീസ്. അപ്പം അത് തിരിച്ചറിയണം. അത് പല ആളുകൾക്കും, ഇവിടെ വരുന്നു പോകുന്ന ആളുകളിൽ ഒരു 80% ആളുകൾക്ക് യാതൊരു അറിവില്ലായിരുന്നു ഇതൊരു അസുഖമാണ് എന്ന്. ഇതൊരു പ്രോഗ്രസീവ് ഡിസീസാണ്. അതുകൊണ്ടാണ് നമ്മൾ ലഹരി ഉപയോഗിക്കുന്ന, മദ്യം ഉപയോഗിക്കുന്ന എല്ലാവർക്കും പ്രശ്നം ഉണ്ടാകുന്നില്ല. പക്ഷെ ആർക്കാണ് ഈ അസുഖം ഉണ്ടാകുന്നതെന്ന് നമുക്ക് നേരത്തെ പ്രവചിക്കാനും പറ്റത്തില്ല. അപ്പം മുന്നോട്ടുള്ള യാത്രയിൽ ഈ ഞാൻ ആദ്യം പറഞ്ഞ ഈ 3 കൂട്ടായ്മകളും ലഹരി അടിമപ്പെട്ട ആളെ ഒത്തിരി സഹായിക്കും. ഇപ്പോ പ്രത്യാശ ഭവൻ എന്ന ആ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ എടുക്കുമ്പോ പ്രിൻസ് ഒത്തിരി അമ്മമാരെ, ഒത്തിരി എന്താ പറയാ ഭാര്യമാരെ, മക്കളെ, പെൺമക്കളെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോ അത് വെച്ച് പ്രിൻസ് സാറിന് ഇൻസ്പയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻവൈബ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ഇന്നത്തെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു വിഷയം നമുക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജ് പ്രിൻസ് സാറിന് നമ്മുടെ ഈ വനിതാ ദിനത്തിൽ പറയാൻ പറ്റുന്നത് എന്താണെന്ന്? ഞാൻ കണ്ടിരിക്കുന്ന പല സ്ത്രീകളും, അവര് ഭാര്യമാരാകാം, അമ്മമാരാകാം, സഹോദരികളാകാം,
പെൺമക്കളാകാം. നമ്മളിപ്പോ വനിതാ ദിനവുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ ഒരു ഇന്റർവ്യൂ നമ്മൾ നടത്തുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയ മനുഷ്യ ജീവിതങ്ങളുണ്ട്. ഒരു വ്യക്തിക്ക് എങ്ങനെ ഈ ഇരുട്ടില് ജീവിക്കാൻ പറ്റും, ഈ എന്താ പറയണ യാതൊരു പ്രതീക്ഷയുമില്ലാത്ത ഈ ഒരു ജീവിതത്തിൽ എങ്ങനെ ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ പല ആളുകളും നമ്മുടെ ചിന്തയ്ക്ക് അതീതമായ രീതിയിൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന അനേകം സ്ത്രീകളെ എനിക്കറിയാം. ഈ ലഹരിക്ക് അടിമപ്പെട്ട ആൽക്കഹോളിക് അല്ലെങ്കിൽ ഡ്രഗ് അഡിക്റ്റിന്റെ കൂടെ ജീവിക്കുന്ന ആളുകൾ വലിയ പ്രതീക്ഷയോടുകൂടി ഇപ്രാവശ്യം ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒത്തിരി സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അനുഭവങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി വ്യക്തി ജീവിതങ്ങളെ എനിക്ക് കാണുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ അവര് ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞു പോകുമ്പോ, ഈ 21 days പ്രോഗ്രാം കഴിഞ്ഞു പോകുമ്പോ ഈ ഒരു എന്താ പറയാ വ്യക്തി ജീവിതങ്ങൾ, ഈ അമ്മയാകട്ടെ ഭാര്യ ആകട്ടെ മക്കളാകട്ടെ, ഈ ഒരു വ്യക്തിയെ ചേർത്ത് പിടിക്കുന്നത് അത് പ്രിൻസ് സാറ് കാണുമ്പോ തന്നെ മനസ്സിനൊരു കുളിർമയാണ്. ഇനി നമ്മൾ കടന്നു വരാൻ പോകുന്ന പ്രിൻസ് സാറിന്റെ ഫാമിലിയിലേക്കാണ്. അമ്മയെ കുറിച്ച് പ്രിൻസ് സാറിന്റെ എന്താ പറയാ നല്ല കുറെ ഓർമ്മകളുണ്ട്. അതും ഈ ഒരു ഡി അഡിക്ഷൻ മേഖലയിലേക്ക് പ്രിൻസ് സാറ് പഠനം ഉപേക്ഷിച്ച് കടന്നു വന്നപ്പോ ആ അമ്മയുടെ പ്രതികരണം എന്തായിരുന്നു? ആ അമ്മ ഏതെങ്കിലും തരത്തില് പ്രിൻസ് സാറിന് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്രിൻസ് സാറിന്റെ ഓർമ്മയിലുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും ഒത്തിരി ഓർമ്മകളുണ്ട്. കാരണം 1998 ഞാൻ കൽക്കട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്റെ പഠനമൊക്കെ പകുതി വഴിയാക്കി ഞാൻ ഇങ്ങനെ ഒരു ഡി അഡിക്ഷൻ സെന്റർ തുടങ്ങണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തൊടുപുഴയിൽ വരുമ്പോൾ എന്റെ അമ്മച്ചിയുടെ വലിയൊരു സപ്പോർട്ട്, അമ്മച്ചിക്ക് കാരണം അതിലോട് വളരെ സപ്പോർട്ട് ആയിട്ടുള്ള, കാരണം മദ്യപാനാസക്തിയുടെ ഒത്തിരി ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു കുടുംബമാണ്. പോരാത്തിന് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ആൽക്കഹോളിസത്തിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് അമ്മച്ചിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു ഞാൻ പറയുന്നത് എന്താണ്. അപ്പൊ അതിന് വലിയൊരു സഹായമായിട്ട് അമ്മച്ചി എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അമ്മച്ചി തന്നെയാണ് എന്നെ തുടക്കത്തില് ദിവ്യരക്ഷാലയത്തില് പറഞ്ഞു വിട്ടത്. ഞാന് 1998 തിരിച്ചു നാട്ടിൽ വരുന്ന എന്റെ പിതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ്. ഫാദർ ആസ്മാറ്റിക് പേഷ്യന്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ എന്റെ ചാച്ചൻ മരിച്ച സമയത്ത് മരണാനന്തര കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് തിരിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. കാരണം അമ്മ തന്നെ വീട്ടിലുണ്ടായിരുന്നു, സഹോദരങ്ങളൊക്കെ വിദേശത്ത് ജോലി ചെയ്യാൻ. അപ്പൊ അവരെന്നോട് എന്റെ അമ്മച്ചിയുടെ കൂടെ ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാൻ അതനുസരിച്ച് ഇവിടെ നിന്നു. പക്ഷെ എന്റെ മനസ്സിൽ മുഴുവൻ കൽക്കട്ടയിൽ ഞാൻ ഉണ്ടായിരുന്ന ഡി അഡിക്ഷൻ സെന്റർ ആയിരുന്നു. എനിക്ക് അവിടെ ചെന്ന് അവിടെയുള്ള ലഹരിക്ക് അടിമപ്പെട്ടവരെ സഹായിക്കണം. എനിക്ക് ഈ ഒരു പുതിയ ഡി അഡിക്ഷൻ മേഖലയിൽ എനിക്ക് വഴികാട്ടിയായി മാറിയ ജൂണും ഹസ്ബൻഡും വൈഫുമായിരുന്നു. അപ്പൊ അവരുടെ കൂടെ ആയിരുന്നു, അവരെ സഹായിക്കണം എന്നുള്ള ചിന്തയൊക്കെ ആയിരുന്നു എന്റെ മനസ്സിൽ. അവരായിരുന്നു സെയിന്റ് ജോസഫ് റീഹാബിലിറ്റേഷൻ സെന്റർ തുടങ്ങിയ 2 വ്യക്തികളാണ്, ഹസ്ബൻഡും വൈഫുമാണ്. അപ്പം പക്ഷെ തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ഞാൻ നാട്ടിൽ നിന്നു. അപ്പൊ ആ സമയത്താണ് ഞാൻ ദിവ്യരക്ഷാലയവുമായി ബന്ധപ്പെടുന്നതും. അപ്പൊ എന്റെ അമ്മച്ചിയാണ് എന്നെ ദിവ്യരക്ഷാലയത്തിലെ കാര്യങ്ങളിലൊക്കെ ഇടപെടാനായിട്ട് എന്നെ പറഞ്ഞു വിടുന്നത്. അവിടെ നിന്നാണ് ഈ ഡി അഡിക്ഷൻ സെന്റർ തൊടുപുഴയിൽ തുടങ്ങണം എന്നുള്ള വലിയൊരു ഇൻസ്പിറേഷൻ ഉണ്ടായത്, അതിനുള്ള വഴികളൊക്കെ തുറക്കപ്പെട്ടു. അപ്പൊ അമ്മച്ചിയായിരുന്നു ഏറ്റവും വലിയൊരു സപ്പോർട്ടീവ് കാര്യം. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളുടെ ഇന്നത്തെ പ്രത്യാശഭവൻ, അന്നത്തെ മുക്തിഭവന്റെ ഫൗണ്ടർ എന്ന് അല്ലെങ്കിൽ ആ ഒരു ഗ്രേറ്റ് ഐഡിയ നമുക്ക് തന്നത് അമ്മച്ചിയായിരുന്നു. തീർച്ചയായിട്ടും അമ്മച്ചീനെ തീർച്ചയായിട്ടും അതിന്റെ ഒരു ഫൗണ്ടർ തന്നെ പറയണം. ഇത്രയും സപ്പോർട്ട് പലർക്കും കിട്ടാത്തൊരു സപ്പോർട്ടാണത്. നമ്മളൊരു കാര്യത്തിലേക്ക് എടുത്ത് ചാടിയല്ല, നമ്മളൊരു കാര്യത്തിലേക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് നമുക്ക് കിട്ടുന്ന പാരന്റ്സിന്റെ ഏറ്റവും വലിയ സപ്പോർട്ടാണ് നമ്മുടെ ബാക്കിയുള്ള ലൈഫിനെ മോഡിഫൈ ചെയ്തു വരുന്നത്. ഇനി നമുക്ക് സോഫി ചേച്ചിയിലേക്ക് വരാം. സോഫിയ ചേച്ചി വരുമ്പോഴും പ്രിൻസ് സാറ് ഈ ഒരു മേഖലയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ ഒരു മേഖലയെ കുറിച്ച് സോഫി ചേച്ചിയുടെ അടുത്ത് പറയുമ്പോ ചേച്ചി എങ്ങനെയാണ് അത് അക്സെപ്റ്റ് ചെയ്തത്, അതുപോലെ തന്നെ എങ്ങനെയാണ് പ്രിൻസ് സാറിന്റെ നല്ലൊരു സപ്പോർട്ടായിട്ട് ഇന്നും നിലനിൽക്കുന്നു എന്ന് എനിക്കറിയാം. പ്രിൻസ് സാറിന്റെ മക്കളും അതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് കട്ടക്ക് നിൽക്കുക എന്ന് പറയില്ലേ, അതേപോലെ നിൽക്കുന്ന വ്യക്തികളാണെന്ന് അറിയാം. അപ്പൊ സോഫി ചേച്ചിയുടെ ആ ഒരു സപ്പോർട്ട് എത്രത്തോളം ഈ മേഖലയിൽ പ്രിൻസ് ചാച്ചൻ എൻജോയ് ചെയ്യുന്നുണ്ട്, അങ്ങനെ തന്നെ വേണം പറയാൻ, എത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ഒന്ന് പറയാമോ? ഞങ്ങളുടെ വിവാഹം 2000-ലായിരുന്നു. പക്ഷെ ഞാൻ സോഫിയെ 99 കാലഘട്ടങ്ങളിൽ ഞാൻ പരിചയപ്പെട്ടായിരുന്നു.
അപ്പൊ ആ സമയത്ത് ഞങ്ങളുടെ വിവാഹത്തിന് മുമ്പ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാൻ തൊടുപുഴ ടൗണിലുള്ള ഒരു ആൽക്കഹോളിക്കിന്റെ വീട്ടിൽ വെച്ച് ഞാൻ സോഫിയോട് ആ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ ഒരു ഹസ്ബൻഡ് വൈഫും ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന് ഞാൻ സോഫിയോട് ആൽക്കഹോളിസത്തെ കുറിച്ചും ഇവരുടെ പുനരധിവാസത്തെ കുറിച്ചും ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ചും അല്ലനോൺ ഫാമിലി പ്രോഗ്രാമിനെ കുറിച്ചും ഒക്കെ സോഫിയോട് വ്യക്തമായിട്ട് പറയുന്ന ഒരു ഓർമ്മ എനിക്കുണ്ട്. പിന്നീട് ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം സോഫിയുടെ എന്താ പറയുന്ന, സോഫിക്ക് ആൽക്കഹോളിസം എന്താണെന്ന് അറിയത്തൊന്നുമില്ല. കാരണം സോഫിയുടെ കുടുംബത്തിൽ ആർക്കും ഈ ഒരു ആൽക്കഹോളിസം എന്ന് പറയുന്ന രോഗം ഒന്നുമില്ലായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ സോഫി കണ്ടിട്ടുമില്ലായിരുന്നു. പക്ഷെ എന്റെ കൂടെയുള്ള ജീവിതം ആരംഭിച്ചതിന് ശേഷം സോഫി നൂറുകണക്കിന് മദ്യാസക്തരുമായിട്ട് സോഫി വളരെ ഡയറക്റ്റ് ആയിട്ട് ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. പലരെയും ഞങ്ങളുടെ വീട്ടില്, ഞാൻ സോഫിയും താമസിക്കുന്ന വീട്ടില്, എന്റെ സഹോദരന്റെ വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ആ വീട്ടില് ഒത്തിരി മദ്യാസക്തരെ, ലഹരിക്ക് അടിമപ്പെട്ടവരെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും അവർക്ക് ആവശ്യമായ ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കാനൊക്കെ ആയിട്ട് സോഫി സാധിച്ചു. ഇപ്പോഴും മദ്യവിമുക്ത ജീവിതം നയിക്കുന്ന തൊടുപുഴ ടൗണിലുള്ള ഞങ്ങളുടെ ഒരു അടുത്ത സുഹൃത്ത് എപ്പോഴും പറയാന്ന് സോഫി ചെയ്തു കൊടുത്ത വലിയ ഉപകാരങ്ങളെ കുറിച്ച്, അദ്ദേഹത്തിന്റെ വസ്ത്രം അലക്കി കൊടുത്തതിനെ കുറിച്ചൊക്കെ അദ്ദേഹം ഇപ്പോഴും പങ്കുവയ്ക്കുന്ന ഓർമ്മയുണ്ട്. അതൊക്കെ വലിയൊരു മനസ്സാണ്, വലിയ നന്മയാണ്. അപ്പോ നമ്മള് ഇന്ന് ചോദിക്കാൻ വന്ന ചോദ്യം എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ചോദ്യം, എപ്പോഴെങ്കിലും പ്രിൻസ് ചാച്ചൻ ഇത്രയൊക്കെ സപ്പോർട്ട് അമ്മ ചെയ്തു തന്നു, സോഫി ചേച്ചി ചെയ്തു തന്നു? അപ്പോ പ്രിൻസ് ചാച്ചൻ എപ്പോഴെങ്കിലും അവരോടൊരു വലിയൊരു താങ്ക് യു ഉള്ളിൽ നിന്ന് അവർ കേക്കലെ പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് ഞാൻ എല്ലാ ദിവസവും ഈ താങ്ക് യു പറയുന്ന ഒരാളാണ്. കാരണം ഇന്നിപ്പോ രാവിലെ ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോഴും ഞാൻ ഈ താങ്ക് യു പറഞ്ഞിട്ടാ പോന്നെ. ഇങ്ങനെ ഒരു പരിപാടി പലരും അങ്ങനെ പറയാറില്ല. ഒരു പക്ഷെ അവരുടെ ഈഗോ ആയിരിക്കാം, എല്ലാവരെയും കുറ്റപ്പെടുത്തുമല്ല, പക്ഷെ അതൊരു തെറ്റായിട്ടും ചിന്തിക്കട്ടെ. പലരും മറന്നു പോകുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോ എന്തെങ്കിലും അവരൊരു ഗ്ലാസ് വെള്ളം എടുത്ത് തന്നാൽ പോലും നമ്മൾ താങ്ക് യു പറയാം. ഇംഗ്ലീഷ് സിസ്റ്റത്തിലാണെങ്കിൽ നമ്മൾ ഓടിക്കുന്ന ബസ് ഡ്രൈവറിന് പോലും താങ്ക് യു പറഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങി പോകുന്നത്. കാരണം നമ്മളെ സേഫ് ആയിട്ട് ആ ഒരു ജേണി എത്തിച്ചതിന് നമ്മള് ഇപ്പൊ ഡ്രൈവറിനോടൊക്കെ താങ്ക് യു പറയുന്നത്, നമ്മളെ കുടുംബങ്ങളിലെ താങ്ക് യു പറയാനാണ് എല്ലാവർക്കും ഒരു വിഷമം എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോ പ്രിൻസ് സാർ പറഞ്ഞ ഇതിലാണെങ്കിൽ ഒത്തിരി സന്തോഷം അങ്ങനെ താങ്ക് യു പറയുന്നു എന്ന് കേൾക്കാനായിട്ട്. എനിക്ക് അങ്ങനെ ഒരു ശീലം പണ്ടുപോലെ ഉണ്ടായിരുന്നു, ഒരു നന്ദി പറയുന്നത്. അതിപ്പം ഏത് കാറ്റഗറിയിലുള്ള ആളാണേലും ആളോടൊരു നന്ദി പറയുന്ന ശീലം പണ്ടുപോലെ ഉള്ളത് കൊണ്ടായിരിക്കും ഞാനിപ്പം സോഫിയോടോ അല്ലെങ്കിൽ അമ്മച്ചി ഇപ്പം മരിച്ചുപോയി, 98 വയസ്സിൽ അമ്മച്ചി മരിച്ചുപോയി. ഇങ്ങനെ ഒരു നന്ദി, അത് എല്ലാവരോടും അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു. അതിപ്പം ഞാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയെടുത്ത് ഒന്നുമല്ല. അതിൽ കൂടുതൽ നന്ദി പറയുന്ന ഒരു ശീലമുള്ള ആളാണ് സോഫി. സകല മനുഷ്യരോടും അവർ ചെയ്യുന്ന കുഞ്ഞു കാര്യങ്ങൾക്കാണെങ്കിൽ പോലും അവരോട് നന്ദി പറയുന്ന ഒരു ശീലമാണ്. അത് എന്നെ ചിലപ്പോൾ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സോഫി ചേച്ചിയുടെ ആ താങ്ക് യു പറച്ചില് ഒത്തിരി പ്രിൻസ് സാറിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് കേട്ടപ്പോ നമുക്ക് ഒത്തിരി സന്തോഷം. കാരണം പല കുടുംബങ്ങളിലും ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ അല്ലെങ്കിൽ മക്കൾ അമ്മയോടോ ഒരിക്കലും പറയാത്ത ഒരു കാര്യമാണ് താങ്ക് യു. അപ്പൊ ഇന്നിപ്പം രാവിലെ പോരാൻ നേരത്ത് ഞാൻ സോഫിയോട് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട് പോകണം എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ രാവിലെ പെട്ടെന്ന് അപ്പം ഉണ്ടാക്കി തന്നു, കറി ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിച്ച്, അപ്പൊ ഞാൻ സാധാരണ ഞാൻ ഈ ആഹാരം കഴിക്കുന്ന സമയത്ത് ഞാൻ ഇച്ചിരി TV കാണുന്ന ഒരു സ്വഭാവമാണ്. നല്ല സ്വഭാവം അല്ലെങ്കിൽ പോലും ന്യൂസ് കാണുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ ഇന്ന് അപ്പൊ ഞാൻ പറഞ്ഞ ഒത്തിരി നേരം ന്യൂസ് കാണാനുള്ള സമയമൊന്നുമില്ല. അപ്പൊ ഞാൻ അടുക്കളയിലിരുന്ന് കസേരയിലിരുന്ന് ഞാൻ ഈ അപ്പമൊക്കെ കഴിച്ച് പോകുന്നു. അപ്പൊ സോഫി എന്നെ അനുഗ്രഹിച്ചു വിട്ടു. ഇങ്ങനെ ഒരു പരിപാടി ഇന്റർവ്യൂവിന് പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് വിട്ടു. അപ്പം ഞാൻ നന്ദി തീർച്ചയായിട്ടും ഇത് എല്ലാ ദിവസവും ഉള്ള ഒരു കാര്യമാണ്. ഇപ്പം നന്ദി പറയുന്നത് പറയുകയാണെങ്കിൽ അല്ലെ ആഹാരം ഉണ്ടാക്കി തന്നുകൊണ്ട് മാത്രമുള്ള ഒരു നന്ദിയല്ല, അത് സ്നേഹത്തോടെ നമുക്ക് വിളമ്പി തരുമ്പോൾ ഒരു നോർമലായിട്ടുള്ള ഇതൊന്നും അങ്ങനെ ഒരു അതിനകത്തൊരു പ്രത്യേകത ഞാൻ കാണുന്നില്ല. കാരണം അത് എല്ലാ ദിവസവും പറയുന്ന ഒരു കാര്യമാണ്. പ്രിൻസ് സാറ് ഇപ്പൊ പറഞ്ഞപ്പോ ഞാനൊരു കാര്യം ഓർക്കുന്നു. പണ്ട് കാലങ്ങളില് നമ്മുടെ ആൺമക്കളാകട്ടെ പെൺമക്കളാകട്ടെ നമ്മൾ അടുക്കളയിലിരുന്ന് അമ്മയോട് ചേർന്നിരുന്ന് കഴിക്കുന്ന ആഹാരം അതിനൊരു സ്വാദ് കൂടുതലായിരുന്നു. ഇന്ന് മക്കൾക്ക് സമയമില്ല അമ്മമാരെ നോക്കാനോ സഹോദരിമാരോട് സംസാരിക്കാനോ ഒന്നും സമയം കുറവാണ്, സംസാരിക്കാറില്ല എന്നല്ല.
അപ്പൊ ആ ഒരു എന്താ പറയാ സഹോദരിമാരും സഹോദരന്മാരും ഒരു ടേബിളിൽ ഇരുന്ന് കഴിക്കുന്നു, അതും അടുക്കളയിൽ അമ്മയോട് ചേർന്നിരുന്ന് കഴിക്കുന്നു. അതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇപ്പോ പ്രിൻസ് സാറ് ഇത്രയും പറഞ്ഞപ്പോ ഒത്തിരി സന്തോഷം. മറ്റു കുടുംബങ്ങളും ഈ ഒരു മാതൃക പിന്തുടരട്ടെ എന്ന് ഞങ്ങള് ആശംസിക്കുകയാണ്, അതുപോലെ തന്നെ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോ നമ്മൾക്ക് ഇന്ന് ഈ വനിതാ ദിനത്തോട് അനുബന്ധിച്ച് ഈ ഒരു ടോക്ക് ഷോയില് പ്രിൻസ് സാറ് പങ്കെടുത്തതിന് ഒത്തിരി നന്ദി. ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തു. ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒത്തിരി കാര്യങ്ങൾ പ്രിൻസ് സാറ് ഷെയർ ചെയ്തതില് ഒത്തിരി ഒത്തിരി നന്ദി. നമുക്ക് ഇനിയും കാണാം. സന്തോഷം. താങ്ക് യു.